ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിലെത്തിയതെന്ന് പറഞ്ഞാൽ നമ്മൾ താമരകളൊക്കെ ഏകദേശം പുതിയത് കുറച്ചൊക്കെ വിരിഞ്ഞുണ്ട്, കുറേ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട്, കുറച്ചിൽ മുട്ടുകൾ വന്നിട്ട് ഒരു ദിവസം നമുക്ക് കാണാൻ വേണ്ടി പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മെയിൻ അതിഥിയെ കാണിച്ചു തരാൻ പോവുകയാണ്. ഇത് വളഞ്ഞ് കിടപ്പുണ്ട്, എന്തെങ്കിലും ഇത് കെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ച് പറ്റിയില്ല. ഇതിൻ്റെ പേര് കാവേരിയാണ്. ഓക്കെ, അപ്പോൾ കാവേരി ലോട്ടസ് കണ്ട നല്ല പൂക്കൾ വെച്ചുകൊണ്ട് ഇത് കറക്റ്റ് ഫുള്ള് വിരിഞ്ഞിട്ടില്ല. സോ കണ്ട നല്ല ഡാർക്ക് കളറാണ് കാവേരി. ഇത് കാവേരി ഒരു മൊട്ട് നിൽപ്പുണ്ട്. പിന്നെ അടുത്തത് ഗ്രീൻ ആപ്പിൾ, ഇവനൊക്കെ ഇനി പുറഞ്ഞേ വിരിയും ഗ്രീൻ ആപ്പിൾ. ഇത് വൈറ്റ് പിയോണിയാണ്. വൈറ്റ് പിയോണി ഇതും വൈറ്റ് പിയോണിയാണ്. വൈറ്റ് പിയോണിയുടെ ഇതാ ഒരു ഫ്ലവർ ഇതാ ഇവിടെ വിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. ഓക്കെ, അതെയാ അടിപൊളി. ഇത് മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ താമരകളുടെ ആമ്പലിനേക്കാൾ ഒരു പ്രത്യേക മണമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിരിച്ചു കൊടുക്കാനുള്ളത്. കണ്ട, യെസ് എൻ്റെ മോനെ അടിപൊളി. ഇതാ അങ്ങനെ നമ്മൾ നമ്മുടെ താമരയെ അങ്ങനെ വിരിച്ചു കൊടുത്തു. ഓക്കെ, നല്ല മണം. ഓഫ് എന്നാ മണം. ഇത് വേണമെന്നുള്ളൊരു കോൺടാക്റ്റ് ഇതൊക്കെ ഇപ്പോൾ നിറച്ചുണ്ട് കേട്ടോ. വൈറ്റ് പിയോണിയൊക്കെ സെയിലിനുണ്ട്. ഓക്കെ, ഉണ്ട് ആ ഒരു വെള്ള അതിൻ്റെ ഇത് നമുക്കിപ്പോൾ എല്ലാം ഇപ്പോൾ പൂക്കളുടെ സമയമാണ്. അപ്പോൾ ഇപ്പോൾ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളതിൽ ട്യൂബർ ഉള്ളതൊക്കെ മേടിക്കാം. കണ്ട, ഇതൊക്കെ ഒരു മാസം കൊണ്ട് ഫ്ലവർ ആവുന്ന പിങ്ക് ക്ലൗഡാണ്. പിങ്ക് ക്ലൗഡൊക്കെ നമ്മളതിന് ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അതാ ഇതും വിരിച്ചു കൊടുക്കാൻ സമയമായി. ഉണ്ട്, ഇതൊക്കെ മഴയൊക്കെ നനഞ്ഞ് ഒരുമാതിരി ആയിട്ടുണ്ടങ്ങ്. ഓക്കെ, അവനെ അങ്ങ് വിരിച്ചെടുത്തു ഞാൻ. ഓക്കെ, പിങ്ക് ക്ലൗഡ് മഴയൊക്കെ പെയ്യുമ്പോൾ പെട്ടെന്ന് അതൊരുമാതിരി ആയിപ്പോവും. ഇത് അവിടെയൊക്കെ കുറേ വിരിച്ചു കൊടുക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. പിന്നെ അതാ അവിടെ ഒരെണ്ണത്തിൽ ഫ്ലവറായി വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ താമരയുടെ കളക്ഷൻസ്. ഇതിവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്. ഇതിലും കുറേ മൊട്ട് കുറേ വിരിഞ്ഞു കേട്ടോ ഈ പ്ലാന്റ്. ഇത് അവിടെ ഒരെണ്ണം വിരിഞ്ഞ പോലെ ഇതാ ഇവനും വിരിച്ചു കൊടുക്കാൻ സമയമായി. ഞാൻ വിരിയില്ല ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അല്പം ഒന്ന് ചേർത്ത് വിരിച്ചു കൊടുക്കണം. നമുക്ക് കണ്ട, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അതൊക്കെ ഞാൻ ഒറ്റ കയ്യിലാണ് വിരിക്കുന്നത്. ഒറ്റ കയ്യിൽ ക്യാമറ വെച്ചിട്ട് ഒറ്റ കയ്യിൽ വിരിക്കുന്നു. അടിപൊളിയല്ലേ? നേരത്തെ വിരിച്ചതിനേക്കാളും ഭംഗിയുണ്ടല്ലേ? ഇത് തന്നെ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടമുള്ള ആമ്പൽ. കാരണം ഇത് ഒരു മാസം കൊണ്ട് നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ, വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ ഒരു മാസമാണ് നമ്മൾ പറയുന്നത്. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് പൂവാവും. ഓക്കെ, കണ്ട, ഇത് അടിപൊളി. കറക്റ്റ് അതിൻ്റെ ഒരു എടുപ്പെല്ലാം കിട്ടിയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന്. ഇതിൻ്റെ പേര് പിങ്ക് ക്ലൗഡാണ്. ഓക്കെ, അപ്പോൾ താമരകളിൽ എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മേടിച്ചാൽ ഉറപ്പായിട്ട് പെട്ടെന്ന് ഫ്ലവേഴ്സ് കിട്ടുമെന്ന് പറയാൻ പറ്റിയൊരു പ്ലാന്റാണ്. ഓക്കെ, പിങ്ക് ക്ലൗഡ് അതും പിങ്ക് ക്ലൗഡാണ്. നിറച്ച് മുട്ടുകൾ നിൽപ്പുണ്ട് പിങ്ക് ക്ലൗഡിൽ. ഇത് അവിടെയൊക്കെ നിൽപ്പുണ്ട് പിങ്ക് ക്ലൗഡ്സ്. ഇത് അങ്ങറ്റത്ത് നിൽക്കുന്ന പിങ്ക് ക്ലൗഡിൽ മുട്ടുണ്ട്. ഇത് ഇവിടെ നിൽക്കുന്ന മുട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ടുപോയ കാവേരി, പിന്നെ വൈറ്റ് അവിടെ. ഇനി അവിടെ വേറെ ഏതോ, പക്ഷേ എനിക്ക് ഏകദേശം മേടിച്ച് വെച്ചിട്ട് ഇതൊരു ഹാർഡി ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ സീസണിലൊന്നും ഇത് പൂവിട്ടില്ല. ഇത് നമ്മുടെ പിങ്ക് ക്ലൗഡാണ്. കേട്ടോ, നിറച്ച് ചേട്ടന്മാരൊക്കെ പൂക്കൾ വരുന്നുണ്ട്. ഞാനെന്തായാലും നട്ട് വെച്ച സമയം കൊള്ളായിരുന്നു. ഞാൻ കഴിഞ്ഞ സീസൺ ഏകദേശം പകുതിയായപ്പോൾ തന്നെ വേനൽ സമയത്ത് തന്നെ നട്ടു. എല്ലാം വെള്ളമൊക്കെ ഇത് സെറ്റാക്കി വെച്ചിരുന്ന സമയത്ത് ഈ സമയത്ത് എല്ലാം പൂക്കൾ കിട്ടി എനിക്ക്. അതിൽ സന്തോഷമുണ്ട്. ഇവിടെ അടുത്ത് ഇവ 2 മുട്ടുകൊണ്ട് വരുന്നു. ഇതിൻ്റെ പേര് റെഡ് ഫിലിപ്പാണ്. എന്താ, റെഡ് ഫിലിപ്പ് നമ്മളതിൽ വിരിഞ്ഞില്ല തോന്നുന്നു ഈ പ്രാവശ്യം. സോ റെഡ് ഫിലിപ്പ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇത്. വൈറ്റ് പിയോണി എന്തായാലും പൊളിയായിട്ടുണ്ട്. എന്തായാലും വൈറ്റ് പിയോണി വിരിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ താമരയോ ആമ്പലോ, നമ്മളിപ്പോൾ ഇതിൽ താമരയുടെ വീഡിയോ ആണ് കൂടുതൽ ആഡ് ചെയ്തത്. അപ്പോൾ ആമ്പലൊക്കെ നിങ്ങൾക്ക് നമ്മളതിന് മേടിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ മറ്റു നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.